വെൽക്കം ടു MJ's ലേണിംഗ് സ്പോട്ട്. അപ്പം നമ്മൾ +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കുന്നത്. ആ ചാപ്റ്ററിൻ്റെ പേരാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പല രീതിയിലുള്ള ഇലക്ട്രിക് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജസ് ആയിട്ട് നമ്മൾ കോണ്ടാക്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യില്ല. ഇപ്പം നിങ്ങളൊരു നൈലോൺ ടൈപ്പ് അല്ലെങ്കിൽ പോളിസ്റ്റർ ടൈപ്പൊക്കെ ഡ്രസ്സ് ഇടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സൊക്കെ നിങ്ങൾ ഇനി മടക്കി നിങ്ങൾ നൂർത്തി വെക്കുമ്പോഴോ അല്ലെങ്കിൽ നീക്കി വെക്കുമ്പോൾ ഒക്കെ ഒരു ചെറിയൊരു കിരി നമ്മുടെ സൗണ്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ശരിക്കും എന്തുകൊണ്ടാണ്? അതായത് അങ്ങനത്തെ ഒരു സാധനത്തിനകത്ത് ചെറിയൊരു ഇലക്ട്രിക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അവിടെ ഫോം ചെയ്യുന്നുണ്ടാവും. അതാണ് ഒരു ചെറിയ സൗണ്ടായിട്ട് കേൾക്കുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റും ചെയ്ത് നോക്കുക. ഒരു നൈലോൺ അല്ലെങ്കിൽ പോളിസ്റ്റർ ടൈപ്പ് ഡ്രസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളൊരു ചെപ്പൽ അല്ലെങ്കിൽ ഒരു ഷൂ ഇടുക. അതായത് താഴത്തെ എർത്തായിട്ട് നിങ്ങൾ കോണ്ടാക്ട് വരരുത്. ആ ഒരു ഷൂ ഇട്ടതിന് ശേഷം ഈ ഡ്രസ്സ് മാക്സിമം ഇട്ടിട്ട് ഈ ഡ്രസ്സ് തന്നെ തമ്മിലൊന്ന് റബ്ബ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ചെറിയൊരു ചാർജ് ഉണ്ടാവും. അങ്ങനെ ചാർജ് ആയതിന് ശേഷം നിങ്ങളൊരു മെറ്റലായിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനത്തിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഇത് നിങ്ങൾക്ക് ആ കൈയിൻ്റെ അറ്റത്തും അവിടെയും തമ്മിൽ ഫീൽ ചെയ്യാൻ പറ്റും. വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചെറുതായിട്ടൊരു തരിപ്പ് അല്ലെങ്കിൽ ടിക്ക് നല്ലൊരു സൗണ്ടിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ഡ്രസ്സിൻ്റെ കേസിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു സംഭവം, അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സംഭവമാണ് തണ്ടർ സ്റ്റോം. അതായത് ഒരു ഇടിമിന്നൽ, ലൈറ്റ്നിങ്ങും തണ്ടർ സ്റ്റോമും. ശരിക്കും അതെന്താ? അതൊരു ഇലക്ട്രിക് ഡിസ്ചാർജാണ്. അതായത് മേഘത്തിനകത്തൊരു ചാർജ് ഫോം ചെയ്തിട്ട് അത് എർത്തിലേക്ക് ഡിസ്ചാർജ് ആകുമ്പോഴാണ് ലൈറ്റ് അടിക്കുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു ബാറ്ററി ഒരു പവർ ഒരു കണക്ഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഒരു പ്ലഗിനകത്ത് വയർ കുത്തിയിട്ട് ഓൺ ആക്കുന്ന സമയത്ത് സ്പാർക്ക് അടിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ? അവിടെ എന്താ ശരിക്കും ഉണ്ടാവും? ഒരു ചെറിയൊരു വെളിച്ചം ഉണ്ടാവും സ്പാർക്കിൻ്റെ, പിന്നെ ഒരു ക്രിക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ടും. ഇതുതന്നെയാണ് ശരിക്കും തണ്ടർ സ്റ്റോമിനകത്ത് നടക്കുന്നത്. അതായത് അവിടെ ചെറിയ സ്പാർക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ തണ്ടർ സ്റ്റോം എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ലൈറ്റ് ഉണ്ടാവും. പിന്നെ ഈ ചെറിയ സംഭവങ്ങൾ അടിക്കുമ്പോൾ ക്രിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൗണ്ട്, ആ സെയിം സൗണ്ട് ഹൈ ഇൻറ്റൻസിറ്റിയിൽ ഉണ്ടാകുന്നതാണ് തണ്ടർ. ആ സൗണ്ട് തന്നെ മേഘത്തിൽ അവിടെയും ഇവിടെയൊക്കെ തട്ടി എക്കോയും കൂടെ ചേർന്നിട്ടാണ് നിങ്ങൾ വലിയൊരു തണ്ടറായിട്ട് അത്രയും സമയം കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ബാറ്ററി അല്ലെങ്കിൽ സാധനം ഉണ്ടാകുമ്പോൾ ചെറിയൊരു സ്പാർക്ക് പ്ലസ് സൗണ്ടിൻ്റെ കുറച്ച് കൂടിയ വേർഷനാണ് നിങ്ങൾ ആ തണ്ടർ സ്റ്റോം ആയിട്ട് കാണുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഉള്ള ഒരു സംഭവം എന്താ? ഒരു ഇലക്ട്രിക് ചാർജാണ് ഇതിനെല്ലാത്തിനും കാരണം. അപ്പോൾ ഈ പണ്ട് ഒരു 600 BC സമയത്തൊക്കെ ഗ്രീക്കിലൊക്കെ അവർ ഒരു കാര്യം നോട്ടീസ് ഉണ്ടായിരുന്നു. അതായത് ആംബർ റോഡ്. ആംബർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഓർണമെൻറ്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു തരം സബ്സ്റ്റൻസ് ആണ്. അതായത് മരത്തിനകത്തുനിന്ന് ഉണ്ടാകുന്ന മരക്കറ പോലെയൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം, അതാണ് ആംബർ എന്ന് പറഞ്ഞത്. ഇപ്പം നിങ്ങളിപ്പം ജുറാസിക് പാർക്ക് 1 കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ ആ ഒരു സബ്സ്റ്റൻസ് കണ്ടിട്ടുണ്ടാവും. അതായത് അവരാ ജീന് കുത്തിയെടുക്കുന്ന ഒരു കൊതുക് ഇങ്ങനെ ഒരു മരക്കറയിൽ വന്നിങ്ങനെ ഉരുണ്ടിരിക്കുന്ന സംഭവം, അങ്ങനെ മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സബ്സ്റ്റൻസിനൊക്കെയാണ് നമ്മൾ ആംബർ എന്ന് പറയുക. അപ്പോൾ ഈ ആംബറിനെ കൊണ്ട് ഉണ്ടാക്കിയ റോഡ് നമ്മളൊരു വൂൾ അല്ലെങ്കിൽ ഒരു സിൽക്കിനകത്ത് റബ്ബ് ചെയ്തതിന് ശേഷം ആ ആംബർ റോഡ് ഏതെങ്കിലും ഒരു ചെറിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് പൊങ്ങി വന്ന് അതിലേക്ക് പറ്റിയിരിക്കുക അല്ലെങ്കിൽ അതിനെ ലിഫ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒക്കെ അവരന്നേ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം അവർക്ക് അന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു അന്വേഷണം ഉണ്ടായി. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറയുമല്ലോ, അതിനകത്ത് ഈ ഇലക്ട്രോൺ എന്നുള്ള വാക്ക് ശരിക്കും ഗ്രീക്കിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അതായത് ഗ്രീക്കിൽ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ആംബർ എന്നാണ് മീനിങ്. ആംബറിൻ്റെ ഒരു ഗ്രീക്ക് വേർഡാണ് ഇലക്ട്രോൺ. അപ്പോൾ ഈ ഒരു വേർഡിൽ നിന്നാണ് ഇലക്ട്രോൺ എന്നുള്ളൊരു ടേം വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ആംബറിൻ്റെ കേസ് പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് റോഡ് എടുത്തു. ആ ഗ്ലാസ് റോഡ് നിങ്ങളൊരു വൂൾ അല്ലെങ്കിൽ ഒരു സിൽക്ക് വെച്ചിട്ട് റബ്ബ് ചെയ്തു. അങ്ങനെ റബ്ബ് ചെയ്തതിന് ശേഷം ഇപ്പോൾ 2 ഗ്ലാസ് റോഡ് എടുത്തു. 2 ഗ്ലാസ് റോഡിലും നിങ്ങളൊരു വൂൾ അല്ലെങ്കിൽ ഒരു സിൽക്ക് വെച്ചിട്ട് ഈ വൂൾ വെച്ചിട്ട് ഈ ഗ്ലാസ് റോഡ് റബ്ബ് ചെയ്തു, ഈ വൂൾ വെച്ചിട്ട് ഈ ഗ്ലാസ് റോഡ് റബ്ബ് ചെയ്തു. അങ്ങനെ ചെയ്തതിന് ശേഷം ഈ 2 ഗ്ലാസ് റോഡ് നിങ്ങൾ അടുപ്പിച്ച് വെക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഒരു റിപ്പൽഷൻ കാണാൻ പറ്റും. അതായത് ഈ ഒരു ഗ്ലാസ് റോഡ് ഈ ഗ്ലാസ് റോഡിനെ അല്ലെങ്കിൽ നേരെ തിരിച്ചിങ്ങനെ റിപ്പൽ ചെയ്യുന്നൊരു ഫോഴ്സ്.
അതേപോലെ തന്നെ ഈ രണ്ട് വൂള് തമ്മിൽ നിങ്ങൾ അടുപ്പിച്ച് വെക്കുന്ന സമയത്തും അവിടെ എന്തോ ഒരു റിപ്പൽഷൻ കാണാം. പക്ഷേ ഈ ഒരു വൂളും ഈ ഗ്ലാസ് റോഡും നിങ്ങൾ അടുപ്പിച്ച് വെക്കുന്ന സമയത്ത് അവിടെ ഒരു അട്രാക്ഷൻ ആയിരിക്കും. സെയിം വേ ഇവിടെയും. അപ്പോൾ അങ്ങനെ പല 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 പെയേഴ്സ് ഉണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ജസ്റ്റ് ഒരു പെൻ എടുക്കുക. നിങ്ങളൊരു സാധാരണ വാങ്ങുന്നൊരു 3 rupees ഈ ടൈപ്പ് പെന്നുണ്ട്. ഈ പെന്ന് നിങ്ങളുടെ ഒരു ക്ലോത്തിനകത്ത് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ 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 പേപ്പർ പീസ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ ഒന്ന് പിടിച്ചു നോക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ നോർമലി ഒരു 3 രൂപയുടെ ഒരു ടൈപ്പ് പെന്നാണ്. അതും നിങ്ങൾക്ക് ഒരു നൈലോണിൻ്റെ ടൈപ്പ് ടീഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പെന്നെടുത്തിട്ട് ഈ ഒരു ക്ലോത്തിൽ കുറച്ച് നേരം ഒന്ന് റബ്ബ് ചെയ്യാം. റബ്ബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ തെർമോക്കോളിൻ്റെ ചെറിയ പീസസ് അല്ലെങ്കിൽ പേപ്പറിൻ്റെ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊന്ന് ആ റബ്ബ് ചെയ്തതിന് ശേഷം ആ പീസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് ജമ്പ് ചെയ്യുന്നത് കാണും. ഇത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു പെന്നിനകത്തൊരു ചാർജും ഉണ്ടാവും, അതേസമയം ഇതിനകത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് ഉണ്ടാവും. അപ്പോൾ ആ ചാർജസ് നമ്മൾ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ തെർമോക്കോൾ പീസസ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് അല്ലേ. അപ്പോൾ ആ ഒരു അട്രാക്ഷൻ കാരണം അത് അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് അട്രാക്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ചില സാധനങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ചില നമ്മൾ റിപ്പൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണം അവിടെ എന്തോ ഒരു കൈൻഡ് ഓഫ് ചാർജ് ഉണ്ട് അവിടെ അല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ശരിക്കും ഉണ്ടാവുന്നതാണ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് കൊണ്ടാണ് ആ ഒരു കോസ് ഉണ്ടാകുന്നത്. അതായത് ഇതേപോലെ പല പല എക്സ്പെരിമെൻറ്റ് ചില പെയേഴ്സ് ഓഫ് ഈ ഗ്ലാസ് റോഡും സിൽക്ക് അല്ലെങ്കിൽ വൂള് പോലെ ചില പെയേഴ്സ് ഓഫ് സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ കുറേ കാലങ്ങൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഓരോ സാധനങ്ങൾ ചെയ്യുമ്പോഴും ചില സാധനങ്ങൾ അട്രാക്ട് ചെയ്യും, ചില സാധനങ്ങൾ റിപ്പൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് വന്നപ്പം ഫൈനലി അവർക്ക് മനസ്സിലായി ബിക്കോസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. അപ്പം ചാർജ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, 2 ടൈപ്പ് ഉണ്ട് അല്ലേ. കാരണം നമുക്ക് 2 ഔട്ട്കംസ് ആണ് കിട്ടുന്നത്. അതായത് ഒന്നെങ്കിൽ അത് അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് റിപ്പൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം അവിടെ എന്തോ 2 ടൈപ്പ് ചാർജസ് ഉണ്ടെന്നല്ലേ. അപ്പോൾ അതിന് ശരിക്കും അവർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തു. ഒരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും, മറ്റേത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും എന്ന് മെൻഷൻ ചെയ്തു. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ഒരു ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് എന്താ, ഒരു അട്രാക്ഷൻ റിപ്പൽഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ലൈക്ക് ചാർജസ് ആണെങ്കിൽ, അതായത് സെയിം ടൈപ്പ് ഓഫ് ചാർജ് ആണെങ്കിൽ അത് തമ്മിൽ റിപ്പൽഷൻ ആയിരിക്കും അല്ലേ. ഇപ്പോൾ 2 പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യും, 2 നെഗറ്റീവ് ചാർജ് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതും തമ്മിൽ റിപ്പൽ ചെയ്യും. അതായത് ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും. അതായത് ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും വെച്ച് കഴിഞ്ഞാൽ അത് തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ സെയിം സംഭവമായിരിക്കില്ല നമ്മുടെ ഗ്ലാസ് റോഡ് ആൻഡ് വൂളിൻ്റെ കേസിലുണ്ടായിരിക്കുക. അതായത് ഒരു ഗ്ലാസ് റോഡ് നമ്മൾ ഒരു വൂള് വെച്ച് റബ്ബ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് റോഡിനകത്തൊരു പെർട്ടിക്കുലർ ചാർജ് വരുന്നുണ്ട്, വൂളിനകത്തൊരു പെർട്ടിക്കുലർ ചാർജ് വരുന്നുണ്ട്. ആ സെയിം കണ്ടീഷൻ ആയിരിക്കില്ല വേറൊരു ഗ്ലാസ് റോഡും വൂളും വെച്ച് ചെയ്യുമ്പം. ഗ്ലാസ് റോഡിനകത്തൊരു ചാർജ്, വൂളിനകത്തൊരു ചാർജ്. അപ്പോൾ ഈ കേസിൽ ഈ 2 ഗ്ലാസ് റോഡിനും ഒരേ ചാർജാണ് വരുന്നത്. അപ്പോൾ അത് തമ്മിൽ റിപ്പൽ ചെയ്യും നാച്ചുറലി. കാരണം ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും. സെയിം വേ വൂള് നോക്കുകയാണെങ്കിലോ 2 ഒരേ ടൈപ്പ് ചാർജാണ്, റിപ്പൽ ചെയ്യും. പക്ഷേ വൂള് ഗ്ലാസ് റോഡ് നോക്കുകയാണെങ്കിലോ 2 ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പോൾ അത് തമ്മിൽ അട്രാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കണ്ടു നമുക്ക് 2 ടൈപ്പ് ചാർജസ് ഉണ്ടെന്ന്. അപ്പോൾ ഈ ഒരു സമയത്തൊരു ബോഡി നോർമലി ഒരു സാധാരണ ബോഡി നിൽക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല, കാരണം അത് ന്യൂട്രലാണ്. അങ്ങനെയായിരിക്കും എർത്തിലുള്ള എല്ലാ സബ്സ്റ്റൻസും ഓൾമോസ്റ്റ് എല്ലാം ന്യൂട്രലായിട്ടാണ് നിൽക്കുക. കാരണം അതിനകത്തുള്ള ചാർജസ് തന്നെ തമ്മിൽ ന്യൂട്രലായിട്ട് അത്
എന്നാലേ അത് സ്റ്റഡി സ്റ്റേറ്റിൽ നിൽക്കുള്ളൂ. പക്ഷെ അതിനകത്ത് നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനം വെച്ച് റബ്ബ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ചാർജസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയോ, ചിലതിനകത്ത് ചില ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന കാരണം രണ്ടിനും ഡിഫറെൻറ്റ് ചാർജസ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ആ ബോഡീനെ, ഇങ്ങനെ ചാർജസ് കിട്ടിയ ബോഡീനെ നമ്മൾ ഇലക്ട്രിഫൈഡ് അല്ലെങ്കിൽ ചാർജ്ഡ് ബോഡീസ് എന്ന് പറയും. ഒരു ബോഡി നമ്മളൊരു ഇപ്പം ഗ്ലാസ് റോഡിൻ്റെ കേസ് തന്നെ എടുക്കാം. ഗ്ലാസ് റോഡിന് നമ്മളൊരു വൂളൻ ക്ലോത്ത് വെച്ചിട്ട് റബ്ബ് ചെയ്തു. അപ്പം എക്സ്പെരിമെൻറ്റിന് കണ്ടെത്തിയതാണ് ഗ്ലാസ് റോഡിന് കിട്ടുന്ന ചാർജ് പോസിറ്റീവ് ചാർജാണ്, വൂളന് കിട്ടുന്നത് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ നോർമലി ഒരു ഗ്ലാസ് റോഡ് ആദ്യം വെറുതെ നിൽക്കുന്ന സമയത്ത് അതിന് ചാർജ് ഇല്ല, അപ്പോൾ അത് ന്യൂട്രൽ ബോഡിയാണ്. ചാർജ് ഇല്ലാത്തതിന് നമ്മൾ ന്യൂട്രൽ എന്ന് വിളിക്കും. നേരെ മറിച്ച് അത് റബ്ബ് ചെയ്ത് കഴിയുന്ന സമയത്തോ വൂള് നെഗറ്റീവായി, ഇത് പോസിറ്റീവ് ചാർജായി. അപ്പോൾ അതിന് നമ്മൾ ചാർജ്ഡ് ബോഡി അല്ലെങ്കിൽ ഇലക്ട്രിഫൈഡ് ബോഡി എന്ന് വിളിക്കും. പിന്നെ ഇപ്പോൾ രണ്ട് ബോഡീസ് ഉണ്ട്, ഒന്നൊരു പോസിറ്റീവ് ചാർജും ഒന്ന് നെഗറ്റീവ് ചാർജും. ഇത് രണ്ടും ഈക്വൽ ചാർജാണെന്ന് വിചാരിക്കുക. അതായത് ഇതിനകത്തുള്ള പോസിറ്റീവ് ചാർജിൻ്റെ അത്രയും എമൗണ്ട് ഓഫ് നെഗറ്റീവ് ചാർജ് ഈ ഒരു ബോഡിയിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് ഈ രണ്ട് ചാർജും ഈക്വൽ ആയതുകൊണ്ട് അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഈ ബോഡി ഫൈനലി ന്യൂട്രലായി മാറും. അതായത് അതിനകത്ത് പോസിറ്റീവ് ചാർജിലും നെഗറ്റീവ് ചാർജിലും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അവിടെ ന്യൂട്രലായി മാറും. അപ്പം നമുക്ക് ചാർജ്ഡ് ബോഡീസ് അല്ലെങ്കിൽ ഇലക്ട്രിഫൈഡ് ബോഡീസും ഉണ്ട്, ന്യൂട്രൽ ബോഡീസും ഉണ്ട്. നോർമലി എല്ലാ ബോഡീസും ന്യൂട്രലായിട്ടാണ് നിൽക്കുക. അതിനകത്ത് നമ്മൾ ചാർജ് ഇൻഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ പല രീതിയിൽ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഇപ്പോൾ ബോഡിയിൽ ചാർജ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ബോഡി എടുത്തു കഴിഞ്ഞു, അതിനകത്ത് ചാർജ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ടെന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഡിവൈസ് വേണ്ടേ. അപ്പോൾ അതിനകത്തുള്ളൊരു ഡിവൈസാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് ഇതെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബോക്സിനകത്ത് ഒരു മെറ്റൽ റോഡുണ്ട്, ഒരു വെർട്ടിക്കലായിട്ട് ഒരു മെറ്റൽ റോഡുണ്ട്. ആ റോഡിൻ്റെ എൻഡിൽ രണ്ട് ഗോൾഡ് ലീവ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൂസായിട്ടിരിക്കുന്ന രണ്ട് ചെറിയ സ്ട്രിപ്പ് പേപ്പർ പോലെ തന്നെ രണ്ട് ഗോൾഡ് ലീഫ് വെച്ചിട്ടുണ്ടാവും. അതിനിങ്ങനെ മൂവ് ചെയ്യാൻ ഉള്ള രീതിയിലായിരിക്കും ഒരു ഹിഞ്ച് വെക്കുന്ന പോലെ. അപ്പോൾ നിങ്ങളൊരു പേപ്പർ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ പീസ് നിങ്ങൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഇരിക്കും അത്. ഇങ്ങനെ മൂവ് ചെയ്യാനും ഇങ്ങനെ മൂവ് ചെയ്യാനുള്ളൊരു മോഷൻ അതിന് പോസിബിളാണ്. അപ്പോൾ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു വെർട്ടിക്കൽ മെറ്റൽ റോഡാണ്, പിന്നെ ഇത് ഗോൾഡ് ലീഫും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ചാർജ്ഡ് ആയിട്ടുള്ളൊരു ബോഡി, ഈ ചാർജ്ഡ് ബോഡി ഈ മെറ്റൽ റോഡിൻ്റെ മുകളിലെ നോബിൽ ടച്ച് ചെയ്തു. ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഗോൾഡ് ലീഫ് ആദ്യം ഇങ്ങനെ അടുത്തിരിക്കുകയായിരിക്കും, പക്ഷേ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇത് തമ്മിലിങ്ങനെ വി ഷേപ്പിലേക്ക് വിടരും. ഇപ്പം ഫസ്റ്റ് സ്റ്റേറ്റിൽ അത് ഇതേപോലെ ഇരിക്കുകയായിരിക്കും. പക്ഷെ നമ്മൾ ആ ബോഡി കൊണ്ടുവന്ന് ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ഗോൾഡ് ലീഫ് തമ്മിലിങ്ങനെ ഡൈവേർജ് ചെയ്യും. അപ്പം എത്രത്തോളം ഇത് ഡൈവേർജ് ചെയ്തു എന്നുള്ളത് എമൗണ്ട് ഓഫ് ചാർജിനനുസരിച്ചായിരിക്കും. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു സെയിം ചാർജസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമ്മളൊരു വെർട്ടിക്കൽ മെറ്റൽ റോഡിനകത്ത് ഇങ്ങനൊരു രണ്ട് ലീഫ് വെക്കുക, ഗോൾഡ് ലീഫ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്താൽ മതി, ഒരു അലൂമിനിയം പൈപ്പ് അല്ലെങ്കിൽ ചെറുതായിട്ടുള്ളൊരു റോഡ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിനറ്റത്ത് അലൂമിനിയം ഫോയിൽ രണ്ട് പീസ് ഈ രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് റബ്ബ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിയുമ്പം ഇത് റിപ്പൽ ചെയ്യും. അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ നമ്മളൊരു ചാർജ്ഡ് ബോഡി കൊണ്ടുവന്ന് ടച്ച് ചെയ്തു. അപ്പോൾ ആ ചാർജ് ഇത് മെറ്റലല്ലേ, അപ്പോൾ മെറ്റലിലൂടെ ആ ചാർജ് സ്പ്രെഡ് ആവില്ലേ, അല്ലെങ്കിൽ ആ മൂവ് ചെയ്യില്ല. അപ്പം മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്കും സെയിം ചാർജസ് പോകും. അപ്പോൾ ഈ രണ്ട് സാധനം നമ്മൾ ഇങ്ങനെ ലൂസായിട്ടല്ലേ അറ്റാച്ച് ചെയ്ത് വെച്ചത്, അതിന് മൂവ് ചെയ്യാൻ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും അങ്ങനെ ഈ രീതിയിൽ. അപ്പോൾ എന്താണ്, ഇതിനകത്തും സെയിം ചാർജ് വന്നു, ഇതിലും സെയിം ചാർജ് വന്നു. അപ്പോൾ സെയിം ചാർജ് വന്നാൽ ബോഡീസ് തമ്മിൽ റിപ്പൽ ചെയ്യും.
അപ്പോൾ ആ സെയിം ചാർജ് കാരണം ഇത് ഇങ്ങനെ അടുത്തിരിക്കുന്ന സാധനം റിപ്പൽ ചെയ്തു പോകും. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താ മനസ്സിലാക്കുക, എത്രത്തോളം ചാർജ് ഉണ്ടോ അത്രത്തോളം ഇത് കൂടുതൽ കൂടുതൽ ഡൈവേർജ് ആവും. അങ്ങനെയാണ് നമ്മൾ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് വെച്ചിട്ട് ഒരു ബോഡിയിലെ ചാർജ് ഉണ്ടോ ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റിയോ അല്ലെങ്കിൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ 2 ടൈപ്പ് ബോഡീസ് ഉണ്ടെന്ന് അല്ലേ. അതായത് ഒരെണ്ണം ഒരു ന്യൂട്രൽ ബോഡി, പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇലക്ട്രിഫൈഡ് അല്ലെങ്കിൽ ചാർജ്ഡ് ബോഡി. ഇപ്പോൾ തൽക്കാലം നമുക്കൊരു പോസിറ്റീവ് ചാർജ്ഡ് ബോഡി എന്ന് എടുക്കാം. ഇത് ന്യൂട്രൽ ബോഡി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ന്യൂട്രൽ ബോഡീനെ നമുക്ക് ചാർജ്ഡ് ബോഡി ആക്കണം. അങ്ങനെയാണെങ്കിൽ ശരിക്കും എന്താ അവിടെ സംഭവിക്കേണ്ടത്? ഒരു ചാർജ് അതിനെ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് ചാർജ് റിമൂവ് ചെയ്യുകയോ ചെയ്യണം. അപ്പോൾ ശരിക്കും അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്കറിയാം ഒരു ആറ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ. ഷെല്ലിലൂടെ കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ടാവും. പക്ഷേ എല്ലാ ഇലക്ട്രോൺസിനും ഒരേ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കില്ല. ചില ഇലക്ട്രോൺസ് ഉണ്ടാവും, ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ഇലക്ട്രോൺസ് ഇതിലൂടെ ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് മൂവ് ചെയ്യും. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഈ ഇലക്ട്രോൺസ് ഒരു ആറ്റത്തിൽ നിന്ന് ലീവ് ചെയ്ത് കഴിയുമ്പം ആ ആറ്റത്തിന് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടുകയും ചെയ്യും, അല്ല ഒരു പോസിറ്റീവ് ചാർജ് ആവുകയും ചെയ്യും. ഈ ഇലക്ട്രോൺ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു ആറ്റത്തിൽ പോയിരിക്കുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ആറ്റം പോസിറ്റീവ് ചാർജ് ആവുകയും ചെയ്യും. അപ്പം ഈ സെയിം സംഭവമാണ് ഇവിടെയും നടക്കുന്നത്. അതായത് ഒരു ബോഡീനകത്ത് നമ്മൾ ഇലക്ട്രോൺസ്, അതായത് ഒരു ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺസ് ഉണ്ടാവും ഒരു മെറ്റൽ ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത്. അങ്ങനെയുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ റിമൂവ് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ആ ബോഡി ഇലക്ട്രിഫൈഡ് അല്ലെങ്കിൽ ചാർജ്ഡ് ബോഡി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബോഡീനകത്തേക്ക് നമ്മൾ കുറച്ച് ഇലക്ട്രോൺസ് ആഡ് ചെയ്തു. അപ്പോൾ ഇലക്ട്രോൺസ് എന്താ, നെഗറ്റീവ്ലി ചാർജ്ഡ് അല്ലേ. അപ്പോൾ ആ ബോഡി നെഗറ്റീവ് ചാർജ് ആയി. നേരെ മറിച്ച് ഒരു ന്യൂട്രൽ ഒരു ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺസ് കുറേ നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ ആ ബോഡി എന്തായി, പോസിറ്റീവ് ചാർജായി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ന്യൂട്രൽ ബോഡി നമ്മൾ ചാർജ്ഡ് ബോഡി ആക്കുന്നത്. അതിനകത്ത് നിന്ന് നമ്മൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ആഡ് ചെയ്യുകയോ ചെയ്യും. അതിന് നമ്മൾ നേരത്തെ ചെയ്തൊരു മെത്തേഡാണ്, ഒരു ഗ്ലാസ് റോഡ് വൂളിൻ്റെ കേസിൽ ഒരു വൂളൻ പീസ് എടുത്തിട്ട് ഗ്ലാസ് റോഡ് റബ്ബ് ചെയ്തു. ആ സമയത്ത് എന്തായി, ഇതിനകത്തുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺസ് എല്ലാം സിൽക്കിലേക്ക് പോവുകയും ചെയ്തു. അതുവഴി ഈ ഗ്ലാസ് റോഡ് പോസിറ്റീവ് ചാർജ് ആവുമായി, വൂള് നെഗറ്റീവ് ചാർജുമായി. നമ്മൾ പഠിക്കുന്ന 2 ടേംസ് ആണിത്. പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും. ഇത് നിങ്ങൾ ഇലക്ട്രിസിറ്റീൻ്റെ ബേസിക്സ് പഠിക്കാൻ തുടങ്ങിയ കാലം മുതലേ നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങളാണ്. എന്താണ് കണ്ടക്ടർ, എന്താണ് ഇൻസുലേറ്റർ എന്നുള്ളത്. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, അത് ഇലക്ട്രിക് കറണ്ട് കണ്ടക്ട് ചെയ്യും. അതായത് പാസേജ് ഓഫ് ഇലക്ട്രോൺസ് അതിലൂടെ ഈസി ഇലക്ട്രോൺസ് അതിലൂടെ മൂവ് ചെയ്യാൻ പറ്റും. അതിനെയാണ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ അത് ഒപ്പോസ് ചെയ്യും അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ അതിനകത്തൊരു ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം നോർമലി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസും കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. അപ്പം ഈ മെറ്റൽ പോലുള്ള സബ്സ്റ്റൻസിനകത്തൊക്കെ അതിൻ്റെ സർഫസിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ ആ ഇലക്ട്രോൺസിന് അതിലൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ മെറ്റൽ ബോഡിയിലൂടെ ആ ബോഡീൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അതിന് ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാം. ആ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ചാർജ് ഒരു വയർ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ കണ്ടക്ടറിനകത്ത് ഇത് ഒരു മെറ്റൽ പീസാണെന്ന് വിചാരിച്ചോ, ഇവിടെ നമ്മളൊരു ബാറ്ററി കൊടുത്തു, ഇത് ബാറ്ററിയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ഒരു സാധനത്തിനകത്തുള്ള ഫ്രീ മൂവിങ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങും. അതായത് നെഗറ്റീവ് സൈഡിൽ നിന്നുള്ള ഇലക്ട്രോൺസ് ഈ പോസിറ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെയാണല്ലോ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പം ആ മൂവ്മെൻറ്റ് ഫ്രീ ആയിട്ട് അലൗ ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കണ്ടക്ടറിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലൊരു ചാർജ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ കണ്ടക്ടർ ത്രൂ ഔട്ടായിട്ട് ആ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ആവും. നേരെ മറിച്ച് ഒരു ഇൻസുലേറ്ററിനകത്ത്
നമ്മൾ ഈ പോയിന്റിൽ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുക. അപ്പോൾ ആ ചാർജ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കുകയുള്ളൂ, ഇതിലൂടെ ഫ്ലോ ചെയ്യത്തില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പം സിൽവർ, കോപ്പർ ഇതെല്ലാം കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. ഇൻസുലേറ്റേഴ്സ് പറയുകയാണെങ്കിലോ വുഡ്, അതുപോലെ പ്ലാസ്റ്റിക്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇൻസുലേറ്റേഴ്സാണ്. അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അപ്പം നമ്മളിപ്പം വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ഒരു ചാർജ്ഡ് ബോഡി, പോസിറ്റീവോ നെഗറ്റീവ് ഏതോ ആയിരിക്കട്ടെ, ആ ചാർജ്ഡ് ബോഡി നമ്മൾ എർത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി ന്യൂട്രലാവും. കാരണം എർത്ത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ന്യൂട്രൽ ആയിട്ടുള്ളൊരു സർഫസാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏതൊരു ബോഡി ചാർജ് ആയിട്ടുള്ള ബോഡി ടച്ച് ചെയ്താലും ആ ബോഡിയും അവിടെ ഇലക്ട്രിക്കലി ന്യൂട്രലായി മാറുകയാണ്. അതിനാണ് നമ്മൾ എർത്തിങ് എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എർത്തിങ് കൊടുക്കുക അല്ലെങ്കിൽ എർത്ത് ചെയ്യാന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിനകത്ത് നിങ്ങളിപ്പം ഒരു പ്ലഗ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 3-വേ പ്ലഗ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ രീതിയിൽ ഒരു ഹോള് കുറച്ച് വലുതായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാം അത് എർത്തിങ് കൊടുത്താന്ന് പറയും അല്ലേ. എർത്തിങ് എന്നുള്ള സിമ്പിൾ ഇങ്ങനെ കേട്ടോ, ഒരു 3 ലൈന് ഈ രീതിയിലാണ് എർത്തിങ് സിമ്പിൾ കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലിങ്ങനെ ഒരു എർത്തിങ് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എന്താ? അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു നിങ്ങളുടെ ഒരു ഇലക്ട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലൈന് വരുന്നുണ്ട്. അതിലൊന്ന് ഫേസും ആയിരിക്കും, ഒന്ന് ന്യൂട്രലും ആയിരിക്കും. അതായത് ഒന്ന് ആക്റ്റീവ് ലൈനും ആയിരിക്കും, ഒന്ന് ന്യൂട്രൽ വയറും ആയിരിക്കും. ഈ സാധനമല്ല നിങ്ങളുടെ വീട്ടിലേക്ക് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്നായിരിക്കും നിങ്ങളുടെ വീട്ടിലുള്ള പല ഇലക്ട്രിക് ഡിവൈസിലേക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു അയൺ ബോക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിവൈസിലേക്ക് നിങ്ങൾ ഇതിൽ നിന്ന് കറണ്ട് എടുത്തു. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം പറ്റി, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഉണ്ട്, അതിനകത്തേക്ക് നിങ്ങൾ സപ്ലൈ കൊടുത്തു, ഫേസ് ന്യൂട്രൽ, അപ്പോൾ ഇതിലൂടെ വരുന്ന കറണ്ട് ഈ ന്യൂട്രലിലൂടെ പാസ് ചെയ്തു പോകും. പക്ഷേ ഇവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം തട്ടിയിട്ട് ഈ ഒരു ലൈന് ഒന്നെങ്കിൽ പൊട്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസ് എന്തെങ്കിലും ആയിട്ട് ഈ ഒരു ലൈനായിട്ട് കോണ്ടാക്റ്റ് വന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ ഡിവൈസിൽ ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. കാരണം നമ്മളെ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതുകൊണ്ടാണ് നമുക്ക് പല ഷോക്ക് അടിക്കാൻ കാരണം, അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ബോഡി കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയത് കാരണം ഈ ഒരു ലൈൻ, ഇപ്പോൾ ഒരു അയൺ ബോക്സിൻ്റെ കേസ് എടുക്കുക, അയൺ ബോക്സ് കുത്തുന്ന സമയത്ത് ഉള്ളിൽ എന്തെങ്കിലും ഒരു ക്രാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊട്ടൽ കാരണം നമ്മൾ കൊടുക്കുന്ന ലൈൻ ആ അയൺ ബോക്സിൻ്റെ മെറ്റൽ ബോഡിയായിട്ട് കോണ്ടാക്റ്റ് വന്നു വിചാരിക്കാം. ആ ഒരു കേസിൽ നമ്മൾ ആ ബോഡി അല്ലെങ്കിൽ ആ അയൺ ബോക്സിൻ്റെ ബോഡി ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോക്ക് അടിക്കും. പക്ഷെ നമ്മൾ എർത്തിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട് ഇലക്ട്രിക് കണക്ഷൻ എടുക്കുന്ന സമയത്ത് തന്നെ വീട്ടിൽ എർത്തിൽ കുറച്ച് താഴ്ചയിലൊരു കുഴി ഡിഗ് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു കോപ്പർ പ്ലേറ്റ്, ഒരു തിക്ക് കോപ്പർ പ്ലേറ്റ് ഉണ്ടാവും. ഒരു തിക്ക് കോപ്പർ പ്ലേറ്റിൽ കുറച്ച് തിക്കായിട്ടുള്ളൊരു കോപ്പർ വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു പൈപ്പ് വെച്ചിട്ട് നമ്മൾ ആക്കിയിട്ട് പിന്നെ മൂടിയിടുക ചെയ്യുക. ചാർക്കോളും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് മണ്ണൊക്കെ വെച്ച് മൂടും. ഈ വയറാണ് പിന്നെ എർത്തിങ് ആയിട്ട് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഇതിനകത്ത് നമ്മളൊരു എർത്ത് വയറും കൂടെ കൊടുത്തു എന്ന് വിചാരിക്കാം. ഇങ്ങനെ എർത്ത് വയർ കൊടുത്താലുള്ളൊരു ഗുണം എന്താ വെച്ചാൽ കറണ്ട് എപ്പോഴും ഏറ്റവും ഈസിയസ്റ്റ് പാത്തിലൂടെയാണ് മൂവ് ചെയ്യാൻ നോക്കുക. അപ്പം നമ്മുടെ ബോഡി ഇപ്പം ഈ സാധനം വരുന്ന സമയത്ത് കറണ്ട് ഈ ബോഡിയിൽ ടച്ച് ചെയ്ത് നിൽക്കണം, അതിന് എർത്തിലേക്ക് പോകണം ഏതെങ്കിലും ഒരു വഴി കൂടെ. അപ്പം നമ്മൾ വന്ന് ഇതിൽ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി കൂടെ നേരെ അതിന് എർത്തിലേക്ക് പോകാം. പക്ഷെ അതിന് പകരം നമ്മൾ ഓൾറെഡി ഒരു നല്ലൊരു കണ്ടക്ടർ, ഒരു തിക്ക് കോപ്പർ വയർ വെച്ചിട്ട് ഒരു കണ്ടക്ടർ വെച്ചിട്ട് എർത്തിലേക്ക് ഡയറക്റ്റായിട്ടൊരു കണക്ഷൻ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ, ഈ ബോഡിയിൽ വയർ ടച്ച് ചെയ്ത് കിടന്നാലും ആ ബോഡിയിൽ വരുന്ന കറണ്ട് ആ എർത്ത് വയറിലൂടെ നേരെ എർത്തിലേക്ക് പോയിക്കൊള്ളൂ. അതുവഴി നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് അവിടെ കുറയാണ്. അപ്പം അതാണ് ശരിക്കും എർത്തിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ചാർജ്ഡ് ബോഡി നമ്മൾ എർത്തായിട്ട് കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് അത് ന്യൂട്രലായി മാറും. ആ സെയിം പരിപാടി വെച്ചിട്ടാണ് നമ്മൾ വീട്ടിലുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസിനൊക്കെ എർത്തിങ് കൊടുക്കുന്നത്. അതുവഴി നമ്മുടെ സേഫ്റ്റി നമ്മൾ എൻഷുർ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കാനുള്ളൊരു ടോപ്പിക്കാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്, ഇൻഡക്ഷൻ എന്നുള്ളൊരു ടേം ഉണ്ട്. അതായത് നമ്മൾ കോണ്ടാക്റ്റ് വരുന്നില്ല, ഒന്നൊന്ന് വേറൊന്നിലേക്ക് ചാർജ് ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 2 മെറ്റൽ ബോൾ കൺസിഡർ ചെയ്യാം, തമ്മിലിങ്ങനെ ടച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
മാത്രമല്ല ഈ ബോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസുലേറ്റർ ആയിട്ടുള്ള സാധനത്തിൽ നമ്മൾ ഒരു ഇൻസുലേറ്റർ സ്റ്റാൻഡിനകത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കും. അത് 2 ബോൾ വിചാരിച്ചു. ഒരു ഇൻസുലേറ്റർ ആയിട്ടുള്ളൊരു ബേസ് ഉണ്ട്. ആ ബേസിൻ്റെ മേലൊരു സ്റ്റിക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു റോഡ് വെച്ചിട്ട് നമ്മളൊരു മെറ്റൽ ബോൾ. ഇപ്പോൾ ഈ മെറ്റൽ ബോൾ എർത്തായിട്ട് കണക്ഷൻ ഇല്ല, ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നോർമലി എന്താണ്, ഒരു ബോഡി സാധാ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അത് ന്യൂട്രലാണ്. ഈ ഒരു കേസിൽ നമ്മളൊരു ചാർജായിട്ടുള്ള റോഡ്, ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ്ഡ് റോഡ് നമ്മൾ കൊണ്ടുവന്നു, ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ, ഇതിന് പോസിറ്റീവ് ചാർജ് അല്ലേ ഉള്ളത്. അപ്പോൾ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജസിനെ അട്രാക്റ്റ് ചെയ്യില്ലേ. ആ ഒരു സമയത്ത് ഇതിനകത്ത് ഓൾറെഡി ഉള്ള നെഗറ്റീവ് ചാർജസ്, അപ്പോൾ ഇലക്ട്രോൺസ് ആയിരിക്കും, ലൂസായിട്ട് ബൗണ്ട് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രോൺസ്, അതെല്ലാം ഈ സൈഡിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു നെഗറ്റീവ് ചാർജ് ഫീൽ ചെയ്യും. ഇത് രണ്ടും ടച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഈ ബോഡിയിൽ നിന്നും അത് ഇങ്ങോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസ് എല്ലാം ലൂസ് ചെയ്ത് കാരണം ഇവിടെ ശരിക്കും എന്താ, ഇവിടെയൊക്കെ ഒരു പോസിറ്റീവ് ചാർജ്, നമുക്ക് നെറ്റ് പോസിറ്റീവ് ചാർജ് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടി. അതായത് 2 ബോഡീസ് ടച്ച് ചെയ്ത് വെച്ചു, ഇതിനകത്ത് നമ്മളൊരു പോസിറ്റീവ് ചാർജ് അടുത്ത് കൊണ്ടുവന്നു, ടച്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് അടുത്ത് കൊണ്ടുവച്ചു. അപ്പോൾ അടുത്ത് കൊണ്ടുവെക്കുന്ന സമയത്തോ ഈ പോസിറ്റീവ് ചാർജ് കാരണം ഇവിടെ ഉള്ള നെഗറ്റീവ് ചാർജസ് എല്ലാം കൂടെ ഈ സൈഡിലേക്ക് അക്യുമുലേറ്റ് ചെയ്യും, ഈ അട്രാക്ഷൻ കാരണം. അപ്പം നേരെ മറിച്ച് ഇത് രണ്ടും ടച്ച് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇതിനകത്തുള്ളതും കൂടെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ എവിടെയാണോ ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്നത് അവിടെയൊക്കെ പോസിറ്റീവ് ചാർജായി മാറും. അപ്പോൾ ഈ സൈഡ് ഫുള്ള് പോസിറ്റീവ് ചാർജായി മാറി. അപ്പോൾ ഇതേ കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഈ 2 ബോഡി കുറച്ച് ഡിസ്റ്റൻസിലൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു നെഗറ്റീവ് ചാർജ് ഇല്ലേ, ഇതിനകത്തൊക്കെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു നെറ്റ് ചാർജ് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജസ് ആയിരിക്കും കൂടുതൽ. ഇതിനകത്ത് നോക്കുകയാണെങ്കിലോ പോസിറ്റീവ് ചാർജസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇതിനകത്ത് ഇത് തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും, ഇലക്ട്രിക് ചാർജസ് തമ്മിൽ, കാരണം കുറേ സെയിം ചാർജസ് ഉണ്ട്. അപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽ ചെയ്തതിന് ശേഷം ഫൈനലി അതൊരു സ്റ്റേറ്റ് ഓഫ് ഈക്വിലിബ്രിയത്തിലെത്തും. അതായത് കൂടുതലുള്ള നെഗറ്റീവ് ചാർജസ് ഇതിനകത്ത് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. സെയിം വേ ഇതിനകത്ത് കൂടുതലുള്ള പോസിറ്റീവ് ചാർജസും ഇതിനകത്ത് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 ചാർജ്ഡ് ബോഡീസ് കിട്ടി. പക്ഷെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ റബ്ബ് ചെയ്യോ കോണ്ടാക്റ്റ് വരുമോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ബോഡിയിൽ നിന്ന് ചാർജ് മറ്റൊരു ബോഡിയിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനൊരു ബോഡി ഇവിടെയും കോണ്ടാക്റ്റ് വരുന്നില്ല, പിന്നെ ഈ കോണ്ടാക്റ്റ് വന്ന സാധനം നമ്മൾ പിന്നെ മാറ്റി വെക്കുകയും ചെയ്യുന്നുണ്ട്, പിന്നെ ഇത് എർത്തായിട്ടും കോണ്ടാക്റ്റ് വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു നെറ്റ് പോസിറ്റീവ് ചാർജുള്ളൊരു ബോഡിയും ഒരു നെഗറ്റീവ് ചാർജുള്ളൊരു ബോഡിയും കിട്ടി. ഇതിനെയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതേ രീതിയിലാണ് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു സിംഗിൾ ബോൾ ഉള്ളതിനെയും നമുക്ക് ഇതേപോലെ പോസിറ്റീവ് ചാർജസ് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതൊരു ബോഡി വെക്കുക, അതിനകത്ത് നമ്മളൊരു പോസിറ്റീവ് ചാർജ് എന്തെങ്കിലും റോഡ് അടുത്ത് കൊണ്ടുവരിക. ആ സമയത്ത് നെഗറ്റീവ് ചാർജസ് എല്ലാം ഒരു നെഗറ്റീവ് ചാർജ്ഡ് ബോഡി അടുത്ത് കൊണ്ടുവരിക. അപ്പോൾ ഇതിനകത്തുള്ള പോസിറ്റീവ് ചാർജസ് എല്ലാം ഒരു സൈഡിലേക്ക് അക്യുമുലേറ്റ് ചെയ്യും, നെഗറ്റീവ് ചാർജസ് എല്ലാം മറ്റേ സൈഡിൽ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജസ് ഉള്ള ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് എർത്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് എല്ലാം കൂടെ എർത്തിലേക്ക് ഫ്ലോ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ പിന്നെ അതെടുത്ത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് നെറ്റ് പോസിറ്റീവ് ചാർജുള്ള ഒരു ബോഡി കിട്ടും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്ന് പറഞ്ഞാൽ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്. അതായത് അതിൻ്റെ ഈ ഇലക്ട്രിക് ചാർജസിൻ്റെ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതായത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്വാണ്ടൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായിരിക്കും നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യും.